ഹായ് ഫ്രണ്ട്സ്, പോട്ടഡ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോട്ട് ചെയ്യാൻ വെച്ചേക്കുന്നത് മജസ്റ്റി പാമാണ്. മജസ്റ്റി പാം ഓൾറെഡി പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതിൽ അരേലിയ കട്ട് ചെയ്ത് വെക്കണം. പതിവ് പോലെ തന്നെ അരേലിയ തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലുള്ള കട്ടിങ്സ് കുറച്ച് വലുത് കാരണം കൊണ്ട് ഒന്നുകൂടി ചെറിയ കട്ടിങ്സ് ആക്കിയാലാണത് പെട്ടെന്ന് നശിച്ചു പോകാതെ മുളച്ച് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അത് കുറേ വലുത് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണങ്ങിപ്പോയിട്ടൊക്കെ ആവും വീണ്ടും കിളിർത്ത് വരിക. പിന്നെ നമ്മൾ ഒരു ചെടിയുടെ കടയ്ക്കൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെടിക്ക് അത് വളർച്ചയെ ബാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം. ഇന്ന് വരെ ഞാനിത് കുറേ കാലമായിട്ട് ഈ ഒരു രീതിയിലാണ് പോട്ടിങ് ചെയ്യാറ്. പ്ലാന്റ്സിന് വേരോടാൻ പറ്റുമോ, പിന്നെ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകും. പക്ഷെ ഞാൻ ഫെർട്ടിലൈസ് ചെയ്യാറ് ലിക്വിഡിൻ്റെ ഫോമിലാണ്. അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡലാക്കാൻ വേണ്ടിയിട്ട് ഈ ചെടി പിടിച്ച് വരുമ്പോൾ അത് മാറ്റിയെന്നും വരും. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇത് കുറേ കാലം ഇങ്ങനെ നിന്നെന്നും വരും. പക്ഷേ ഒരു ചെടിയും ഇതുപോലൊന്നും കേടായിട്ടില്ല. ഇനി ഇതിൽ സൈഡിൽ നമ്മൾ വെക്കാൻ പോണത് നിയോൺ പോത്തോസാണ്. അതിനുവേണ്ടി കുറച്ച് നിയോൺ പോത്തോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു റൂട്ടും ഒരു നോഡും വരുന്ന രീതിയിലാണ് നമ്മളത് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വേര് പിടിക്കാൻ പറ്റും. അത് കുറേ ഇങ്ങനെ ലെങ്തി ആയിട്ട് വള്ളി പോലുള്ളതൊക്കെ എടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്ക് വേര് പിടിച്ച് കിട്ടില്ല. കുറേ നാൾ നിന്നിട്ട് ആയിരിക്കും വേര് പിടിക്കുക. ഇതിങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ ഇലയൊന്നും ചിലപ്പോൾ ഒന്ന് അഴുകിപ്പോയാലും അതിൻ്റെ വേരിനോടുള്ളതിൻ്റെ പേരിൽ അത് വീണ്ടും അത് കിളിർത്തവിടെ വരും. അങ്ങനെ നമ്മുടെ നിയോൺ പോത്തോസ് നമ്മളിൻ്റെ ചുറ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം മജസ്റ്റി പാം ഏകദേശം ഇത്ര ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു 30 രൂപയുടെ പ്ലാന്റായിട്ട് വാങ്ങി വെച്ചിരുന്നതാണ്. ഇപ്പോൾ നല്ലോണം വലുതായിട്ടുണ്ട്. നമ്മളിങ്ങനെ സാധാരണ രീതിയിൽ തന്നെ പോട്ട് ചെയ്യാതെ ചെടികളൊക്കെ ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ അത് വളർന്നൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. നിയോൺ പോത്തോസൊക്കെ താഴേക്ക് വളർന്നിറങ്ങി അരേലിയൊക്കെ അവിടെ ബുഷിയായി വരുമ്പോൾ ഈ പോട്ടിങ്സ് ഒന്നും കാണാതെ ഭംഗിയായിട്ടത് വരും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.